നമസ്കാരം. പ്രേക്ഷകർക്കേറെ പ്രിയങ്കരിയായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് ദിയ കൃഷ്ണ. നടൻ കൃഷ്ണകുമാറിന്റെ മകൾ കൂടിയായ ദിയയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ദിയയുടെ സഹോദരിമാരും അമ്മയും എല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണെങ്കിലും ദിയയോട് പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ്. എന്തും തുറന്ന് സംസാരിക്കുന്ന ജാടയില്ലാത്ത ദിയയുടെ സ്വഭാവമാണ് ഒരുപാട് ഇഷ്ടമെന്ന് ആരാധകർ പറയാറുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ദിയ കൃഷ്ണയ്ക്കും അശ്വിൻ ഗണേശനും കുഞ്ഞ് ജനിച്ചത്. ജൂലൈ 5 രാത്രി 7:16 കുഞ്ഞിന്റെ ജനനം. നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് ഇരുവരും മകന് പേരിട്ടിരിക്കുന്നത്. ഓമി എന്നാണ് ഓമന പേര്. കുഞ്ഞിനുള്ള പേര് അമ്മ കണ്ടെത്തുമെന്നാണ് ദിയ നേരത്തെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ നിയോം എന്ന പേര് സിന്ധു കൃഷ്ണയുടെ സെലക്ഷൻ ആയിരിക്കുമെന്ന് സോഷ്യൽ മീഡിയ പറയുന്നത്. ആശുപത്രിയിൽ അഡ്മിറ്റായ മുതലുള്ള വിശേഷങ്ങൾ ബ്ലോഗിലായി ദിയ പങ്കുവച്ചിരുന്നു. 2 ഭാഗങ്ങളായാണ് ഡെലിവറി വിശേഷങ്ങൾ ദിയ പങ്കിട്ടത്. 2ാം ഭാഗത്തിലാണ് പ്രസവത്തിന്റെ ഭാഗങ്ങൾ ദിയ ഉൾപ്പെടുത്തിയിരുന്നത്. സൂചി പോലും ഭയമുള്ള വ്യക്തിയാണ് ദിയ. അതുകൊണ്ട് തന്നെ തനിക്കൊപ്പം ഡെലിവറി സമയത്ത് ഭർത്താവിനും അമ്മയ്ക്കുമൊപ്പം നിൽക്കാൻ പറ്റുന്ന തരത്തിൽ ബർത്ത് സ്യൂട്ടായിരുന്നു ദിയ ബുക്ക് ചെയ്തിരുന്നത്. പിന്നീടുള്ള വിശേഷങ്ങളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളുടെ വൈറലായിരുന്നു. ഇപ്പോഴത്തെ കുഞ്ഞ് പിറന്നതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ദിയ കൃഷ്ണയുടെ അമ്മ സിന്ധു കൃഷ്ണ. തന്റെ പുതിയ ബ്ലോഗിലൂടെയാണ് സിന്ധു വിശേഷങ്ങൾ പങ്കുവച്ചത്. കുഞ്ഞിന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്റെ മനസ്സിൽ ഹൻസികയുടെ ഇളയ കുഞ്ഞ് വന്നതുപോലെയാണ്. ഓസിക്ക് അനിയൻ ജനിച്ച ഫീലാണ് എന്റെ മനസ്സിൽ. അമ്മ എന്നതിനേക്കാൾ ചേച്ചി എന്ന ഫീലാണ് ഓസി. എനിക്കും അങ്ങനെയായിരുന്നു. അമ്മു ജനിച്ചപ്പോൾ ഒരു അമ്മയായി ചിന്തിക്കാൻ എനിക്ക് ഒരുപാട് സമയമെടുത്തു. ചേച്ചി തരാം കേട്ടോ എന്നേ ഞാൻ പറഞ്ഞിരുന്നത്. അമ്മയാണെന്ന് ഫീൽ ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. ആ പ്രോസസ്സിലാണ് ഓസി. ഞാൻ ഗ്രാൻഡ് മദറാണെന്ന് പ്രോസസ്സ് ചെയ്യാനും അങ്ങനെ ചിന്തിക്കാനും സമയമെടുക്കും. കുട്ടിയെ കാണാൻ പറ്റിയതിൽ യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. ഞാൻ കുഞ്ഞുങ്ങളെ നോക്കാൻ കുറച്ചുകൂടെ എക്സ്പേർട്ട് ആയിരുന്നു. കുറെ പിള്ളേർ ഉള്ളതുകൊണ്ട്. അനിയത്തി സിമിക്ക് 3 പിള്ളേരായപ്പോൾ ഞാൻ എല്ലാത്തിനും കൂടെ നിന്നിട്ടുള്ള ആളാണ്. ആയെ വെക്കണോ വേണ്ടയോ എന്നൊക്കെയുള്ള ഡിസ്കഷൻ നടന്നപ്പോൾ നമ്മളൊക്കെ ഇല്ലേ, നമുക്ക് നോക്കാം, പറ്റില്ലെന്ന് കണ്ടാൽ ആയെ വെക്കുന്ന കാര്യം ആലോചിക്കാമെന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് അവനെ നോക്കുന്നതിൽ വളരെ സന്തോഷമാണ്. പെൺകുട്ടികളെ നോക്കി എനിക്ക് ശീലമുണ്ട്. ആൺകുട്ടികളെ നോക്കി എനിക്ക് ശീലമില്ല. സിമിയുടെ കുട്ടികളെ ഞാൻ കുറച്ച് നോക്കിയിട്ടുണ്ടാകും. പിന്നെ സിമി തിരിച്ചു പോയല്ലോ. ധാരാളം പേർ ഓസിയുടെ പ്രഗ്നൻസിയും ബേബിയുടെ വരവും അവരുടെ കുടുംബത്തിലെ ഒരു കുട്ടിക്ക് സംഭവിക്കുന്നത് പോലെയാണ് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ ഫാമിലിയെ നിങ്ങളുടെ ഫാമിലിയുടെ ഭാഗമായി പരിഗണിക്കുന്നതിൽ എല്ലാ മലയാളികളോടും നന്ദി പറയുന്നു. ഓസിയുടെ കുഞ്ഞിന്റെ പേര് ഞാനല്ല സെലക്ട് ചെയ്തത്, ഓസി തന്നെയാണ് സെലക്ട് ചെയ്തത്. ഞാൻ കുറെ പേരുകൾ കൊടുത്തിരുന്നു. ബോയ് ആണെങ്കിൽ ഇങ്ങനെ ഒരു പേര് വെക്കാമോ എന്ന് ഓസി ചോദിച്ചിരുന്നു. ആദ്യം ഞങ്ങൾ വേണോ എന്ന് ആലോചിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെറ്റ് നെയിമായി ഓമി എന്ന് വിളിക്കാമെന്ന് ഓസി പറഞ്ഞു. അങ്ങനെ ഓസി തന്നെ തെരഞ്ഞെടുത്ത പേരാണിതെന്നും സിന്ധു കൃഷ്ണ പറയുന്നു. നേരത്തെ നമ്മുടെ പിള്ളേർ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ജനിച്ചതെന്ന് ഒരു തോന്നൽ എന്നാണ് സിന്ധു കൃഷ്ണയും കൃഷ്ണകുമാറും നേരത്തെ പറഞ്ഞിരുന്നത്. ഓസിയുടെ ഡെലിവറി ആയപ്പോഴേക്കും വീട്ടിൽ ഇഷ്ടം പോലെ എല്ലാ കാര്യത്തിലും ആളായി. പക്ഷെ സിന്ധു ഗർഭിണിയായ സമയത്ത് ആരും സഹായത്തിന് അധികം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ 2 പേരും തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. സിന്ധു രാത്രിയിൽ പോകും, പ്രസവിക്കും, തിരിച്ചു വരും. ഇഷാനി ഗർഭിണിയായിരുന്ന സമയത്ത് പെയിൻ വന്ന ശേഷമാണ് സിന്ധുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹെൽത്ത് കാർഡ് പോലും എടുത്തില്ല. തിരികെ വന്ന് ഞാൻ എടുത്തു കൊണ്ടുപോയതാകട്ടെ അമ്മുവിന്റെ LKGയിലെ പ്രോഗ്രസ് കാർഡാണ്. വെപ്രാളം കാരണം കണ്ണൊന്നും ശരിക്കും വർക്ക് ചെയ്തില്ല. 2-3 കിലോ തൂക്കമുള്ള സ്മോൾ ബേബിയായിരുന്നു ഇഷാനി. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഭാരം കുറവുള്ള കുഞ്ഞുങ്ങളായിരുന്നു. അമ്മു 2.6 കിലോയെ ഉണ്ടായിരുന്നുള്ളൂ. ഓസിയും ഹൻസുവും 2.5 കിലോയെ ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഭാരം കുറഞ്ഞ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലാണ് പരിഗണിക്കുക. ജനിച്ചപ്പോൾ ഏറ്റവും ക്യൂട്ട് ബേബി ഇഷാനി ആയിരുന്നു. ജോൺസൺസ് ബേബിയുടെ പരസ്യത്തിലൊക്കെ വരുന്ന കുഞ്ഞിനെ പോലെയായിരുന്നു. അമ്മുവിന്റെ തല കുറച്ച് വലുതായിരുന്നുവെന്നും ഇരുവരും പറഞ്ഞു. പണ്ട് ചുരിദാറിന്റെ ദുപ്പട്ടയാണ് ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ പുതപ്പിച്ചിരുന്നത്. മുതിർന്നവരുടെ വസ്ത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജന്റ് ഉപയോഗിച്ചാൽ കുഞ്ഞിന് അലർജി വന്നേക്കും. കയ്യിൽ കിട്ടുന്ന തുണി ഉപയോഗിച്ച് കുഞ്ഞിനെ തുടയ്ക്കരുത്. അതിനുവേണ്ടിയാണ് കുഞ്ഞിന്റെ ഓരോ കാര്യങ്ങളും പ്രത്യേകം തുണികളും സാധനങ്ങളും വാങ്ങിയതെന്നും സിന്ധു കൃഷ്ണ പറഞ്ഞിരുന്നു. ദിയയുടെ കുഞ്ഞിനെ ധരിപ്പിച്ച് ഫോട്ടോ എടുക്കാനായി ദിയ 26 വർഷം മുമ്പ് ധരിച്ച കുഞ്ഞുങ്ങളുടുപ്പുകൾ സിന്ധു കഴുകി ഉണക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുള്ള സാഹചര്യം വരുമ്പോൾ ആ ഉടുപ്പുകൾ ഇടിയിച്ച് കുഞ്ഞിന്റെ ഫോട്ടോകൾ പകർത്തുമെന്ന് ദിയ അമ്മയ്ക്ക് ഉറപ്പ് നൽകി. താൻ പ്രസവിച്ചുവെന്ന് വ്യാജ വാർത്ത കൊടുത്തവരെ കുറിച്ചും ദിയ സംസാരിച്ചു. ഞാൻ ആശുപത്രിയിൽ ട്രിപ്പിട്ട് കിടക്കുന്ന ഫോട്ടോയാണ് ചിലർ വ്യാജ വാർത്തയ്ക്ക് തമ്പനയിൽ നൽകിയിരിക്കുന്നത്. 10 പേരെ ചുറ്റും നിർത്തിയാണോ ഞാൻ പ്രസവിക്കുന്നതെന്ന് ആ തമ്പ് കാണുമ്പോൾ തോന്നുമെന്നും ദിയ പറഞ്ഞിരുന്നു. ലേബർ റൂമിൽ ദിയയ്ക്ക് വീട്ടുകാരുടെ സാമീപ്യം ലഭിച്ചത് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പല സ്ത്രീകൾക്കും ഇത് ലഭിച്ചിട്ടില്ല. സ്ത്രീക്ക് മാനസികമായ പിന്തുണ ഏറ്റവും അധികം വേണ്ട സമയമാണ് പ്രസവം. ആ സമയത്ത് പല ആശുപത്രികളിൽ നിന്നും നഴ്സുമാരിൽ നിന്നുണ്ടാകുന്ന മോശം പെരുമാറ്റം ദിയയുടെ ബ്ലോഗിന് താഴെ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ഡെലിവറി സമയത്ത് അമ്മയെയും ഭർത്താവിനെയും നിർബന്ധമായും ഡെലിവറിക്ക് കൂടെ നിർത്തണമെന്ന് പല സ്ത്രീകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ദിയയുടെ ബ്ലോഗ് ഇത്തരത്തിലുള്ള വലിയ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചു. ഇതേക്കുറിച്ച് ഡോക്ടർ ഷിംന അസീസ് തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്ന കുറിപ്പും വൈറലായിരുന്നു. കാണിക്കാൻ പാടില്ലാത്തതൊന്നും ആ വീഡിയോയിൽ ഇല്ലെന്നും ചൊറിയുന്നവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്നും ഷിംന അസീസ് പറയുന്നു. ദിയ കൃഷ്ണയും കുടുംബവും ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന പ്രസവം നല്ല അസൽ റിസർച്ച് മെറ്റീരിയലാണ്. ഡോക്ടർമാർക്കിടയിൽ ഗൈനക്കോളജി ഒരു ചോരക്കളിയാണ് എന്നർത്ഥം വരുന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ചോരയും ശ്രമങ്ങളും ഒന്നും ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവരാതെ സുന്ദരിയായ ഒരുങ്ങിയ പുതപ്പുകൾക്കുള്ളിൽ അശ്വിന്റെ കൈ പിടിച്ചു കിടന്ന് പങ്കാളിയുടെ
തലോടലേറ്റ് അമ്മയോട് എനിക്ക് പേടിയാകുന്നമ്മ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് സഹോദരിമാർക്കിടയിലെ സുരക്ഷ അനുഭവിച്ച് നിലവാരമുള്ള മെഡിക്കൽ സൂപ്പർവിഷനിൽ നൊന്ത് പ്രസവിച്ചൊരു ഭാഗ്യം ചെയ്ത പെണ്ണ്. അത് കാണുന്ന വലിയൊരു വിഭാഗം പുച്ഛിസ് പുരുഷന്മാർ പുറമെ അംഗീകരിച്ചില്ലെങ്കിലും തലയ്ക്കകത്ത് പുനർചിന്തനം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട്. പെണ്ണ് കടന്നു പോകുന്ന അതിതീവ്ര വേദനയും അവൾ അർഹിക്കുന്ന കരുതലുമെല്ലാം 4 പുസ്തകം വായിച്ചാൽ കിട്ടാത്തത്രയും ആഴത്തിൽ ആ മിനിറ്റുകൾ നീളമുള്ള വീഡിയോയിലുണ്ട്. കുറ്റം പറയാൻ വേണ്ടിയാണെങ്കിലും എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടേക്കണേ. ചില കാര്യങ്ങളെ കുറിച്ച് ചിലർക്ക് തെളിവ് വരാൻ ചാൻസ് ഉണ്ട്. വല്ലാത്തൊരു കൂട്ടായ്മ തന്നെയാണ് ആ കുടുംബം. കാണിക്കാൻ പാടില്ലാത്തതൊന്നും ആ വീഡിയോയിലില്ല. ചൊറിയുന്നവർ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കട്ടെ, പറയേണ്ടവർ പറയട്ടെ. ഇരുട്ടറയിൽ പേടിച്ച 2 ജീവൻ പോകുന്ന വേദനയും സഹിച്ച് പലപ്പോഴും തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ ഒറ്റപ്പെട്ട് വിയർത്ത് നൊന്ത് കിടക്കുന്നതിലും എത്രയോ നല്ലതാണ് ഈ സ്നേഹത്തിന്റെ ചൂടുള്ള അനുഭവം. ഫൈനൽ MBBSന്റെ ഗൈനക്കോളജി പോസ്റ്റിംഗിനിടയ്ക്ക് തന്നെ കൂട്ടുകാരോടൊപ്പം ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി ചിരിച്ചു കളിച്ച് ടേബിളിൽ കിടന്ന് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് സിസേറിയൻ ചെയ്ത ഒരു മനസ്സിന് കുളിരുള്ള അനുഭവം ഇവിടെയുമുണ്ട്. ഒരു തരി ആദിയോ ആശങ്കയോ പേരിന് പോലും ഉണ്ടായിരുന്നില്ല. മറുവശത്ത് മെഡിസിന് ചേരും മുന്നേയുള്ള ആദ്യ പ്രസവത്തിൽ 22ാം വയസ്സിൽ 11 മണിക്കൂർ ലേബർ റൂമിൽ വേദന സഹിച്ച് കിടക്കേണ്ടി വന്നു. പ്രസവം പുരോഗമിക്കാനുള്ള രീതിയിലല്ല കുഞ്ഞിന്റെ തലയും എന്റെ ഇടുപ്പും തമ്മിലുള്ള അനുപാതം എന്ന കാരണത്താൽ സിസേറിയൻ വേണ്ടി വന്നേക്കാമെന്ന സൂചന ഡോക്ടർ മുൻകൂട്ടി പറഞ്ഞിരുന്നു. വളരെ ദയയുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ. അന്ന് പോകെ പോകെ കുഞ്ഞിന്റെ അനക്കം കുറയുന്നത് പോലെ തോന്നി എമർജൻസി സിസേറിയനിൽ കാര്യങ്ങൾ എത്തിച്ചേരുകയായിരുന്നു. ലേബർ റൂമിൽ കിടക്കുമ്പോൾ ഡോക്ടർ OP തിരക്കുകളായിരുന്ന നേരത്ത് മനുഷ്യപ്പറ്റില്ലാത്ത സിസ്റ്റർമാരുടെ ചീത്ത വിളി കേട്ട് മനസ്സ് തളർന്നു പോയിട്ടുണ്ട്. അതൊന്നും ഓർക്കാൻ പോലും താല്പര്യമില്ല. ആ സ്റ്റാഫിനെതിരെ അന്ന് പരാതി എഴുതി അയച്ചിരുന്നു. ഹോസ്പിറ്റലിൽ അന്ന് ആ സ്റ്റാഫിനെതിരെ നടപടിയെടുത്തിരുന്നതായും അറിയാം. 2 രീതിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുള്ള നേരനുഭവമുണ്ട്. ദിയ ഒരുപാട് ഭാഗ്യം ചെയ്തവളാണ്. ഇനി ഒരുപാട് പെൺകുട്ടികൾക്ക് ആശ്വാസത്തോടെ ആ വേദന അറിയാൻ അവർ കാരണമാകട്ടെ. പതിറ്റാണ്ടുകൾക്ക് ശേഷം ആ കുടുംബത്തിലേക്ക് പിറന്നു വീണ ആണൊരുത്തൻ നിയോമിന് എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവട്ടെ. ദിയയ്ക്കും കുടുംബത്തിനും നന്മകൾ വർഷിക്കട്ടെ. ജീവിതത്തിലെ നിറങ്ങൾ ലോകം അറിയുക തന്നെ ചെയ്യട്ടെ എന്നാണ് ഷിംനാസിസ് കുറിച്ചത്. പൊതുവെ പ്രസവ വീഡിയോയോടും ഗർഭിണിയുടെ വ്ളോഗുകളോടും മുഖം തിരിക്കുന്നവരാണ് മലയാളികൾ. പ്രസവം പോലും കണ്ടന്റാക്കി പണം സമ്പാദിക്കാൻ നോക്കുന്നുവെന്നാണ് ഫാമിലി വ്ളോഗേഴ്സ് പ്രധാനമായും കേൾക്കാറുള്ള വിമർശനം. എന്നാൽ ദിയയുടെ ഡെലിവറി വീഡിയോ മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്തു. പുരുഷന്മാർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട വീഡിയോയാണ് ദിയയുടെ ഡെലിവറി വീഡിയോ എന്നാണ് പ്രതികരണങ്ങൾ. പ്രസവ സമയത്ത് ഒരു സ്ത്രീ എത്രമാത്രം വേദന അനുഭവിക്കുന്നുവെന്ന് മനസ്സിലാക്കാനും സ്ത്രീയെ അടുത്തറിയാനും ദിയയുടെ വീഡിയോ സഹായിക്കുമെന്നും ചിലർ പ്രതികരിച്ചു. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.